ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. കാരണം ഞങ്ങൾ ഷാഫി സാർ ഡയറക്റ്റ് ചെയ്തൊരു അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മെമ്പറായിട്ടുള്ളൊരു ക്ലബ്ബിൽ ഞങ്ങൾക്കൊരു ഷോ ഉണ്ടായിരുന്നു, നെപ്പോളിയൻ സാറിൻ്റെ. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ലഞ്ചിന് ക്ഷണിച്ചു. ഞങ്ങളെല്ലാ ടീം 10-25 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി അവിടെ പോയി. അതൊരു പ്രത്യേകതരം ട്രീറ്റായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തത്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും പൊന്നാടയിട്ട് സ്വീകരിക്കുന്നു വീട്ടിലേക്ക്. എന്നിട്ട് എന്താ പറയുക, അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹവും എളിമയും അത് സ്ഥിരമായിട്ട് ഇപ്പം നമ്മുടെ ഗായകൻ മനോ ഇല്ലേ, മനോയുടെ വീട്ടിൽ ഇങ്ങനെയാണ്. മനോയുടെ വീട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എന്നെയും വിളിച്ചു, ചിത്രാ മേഡത്തിനെ വിളിച്ചു, വേറെ ആരൊക്കെ പാട്ടുകാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടാണ് വീട്ടിനകത്ത് ഇരുന്നത്. മനോയുടെ വീട്ടുകാരെല്ലാവരും പാടുകയും ഹാർമോണിയം വായിക്കുകയും തബല വായിക്കുകയും എല്ലാം ഫാമിലി മൊത്തം അങ്ങനെ. അപ്പോൾ ഞങ്ങളൊരു രാത്രി 2 മണി വരെ ഈ അടിച്ച് പൊളിച്ചങ്ങ് പോയിട്ട് ലാസ്റ്റിൽ ഇറങ്ങാൻ നേരത്ത് മുണ്ട്, ഉടുപ്പ്, സ്വർണം, ആപ്പിള് അങ്ങനൊരു ഇതിനകത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് തന്നു. അതൊരു ചടങ്ങാണ്. അത്രയും ഒരു അവരുടെ ഒരു തമിഴ് കൾച്ചർ ആയിരിക്കാം അല്ലേ, ഭയങ്കര. കാരണം ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു നെപ്പോളി സാർ അന്ന് അവിടെ തന്നത്. അല്ല, ഈ ഒരു ചാനലിലൂടെ അദ്ദേഹത്തിനോടും ഞങ്ങൾ ആ സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. സവാരി ഗിരിഗിരിയിൽ 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. വീട് ജപ്തി ചെയ്തതിന് ശേഷം നീലകണ്ഠൻ പടിയിറങ്ങുമ്പോൾ മകൻ കാർത്തികേയൻ എവിടെയാണ്? എ ദുബായ്, ബി ബാംഗ്ലൂർ, സി ബോംബെ. ബാംഗ്ലൂർ എന്നാണ്. നീലകണ്ഠൻ പടിയിറങ്ങുമ്പോൾ മകൻ കാർത്തികേയൻ എവിടെയായിരുന്നു? ബാംഗ്ലൂർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മിന്നോ, അത് കറക്റ്റ് ആണോ? കറക്റ്റ്, ബാംഗ്ലൂർ. ബി ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, വഴക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? ഞങ്ങൾ അത്യാവശ്യം വഴക്ക് കൂടും, അപ്പം തന്നെ അത് മാറും. അല്ലാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കലൊന്നുമില്ല. അപ്പം തന്നെ പറഞ്ഞ് ഒരു പിണക്കമായിട്ട് ഒരു സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെയും അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. വഴക്കിപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ദേഷ്യപ്പെടും. ഇതേ പോളിസിയാണ് എനിക്ക്. അതായത് ഇന്നുള്ള പ്രശ്നം നാളെ കാലത്ത് എണ്ണിക്കുമ്പോൾ കാണരുത്. അത് കഴിഞ്ഞു. അതെ, കാരണം നമുക്ക് എന്താണ് പറയുന്നത്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ലൈഫ് ഈസ് വെരി ഷോർട്ട് നമ്പർ. അപ്പോൾ അത് നമ്മൾ ബി ഹാപ്പി, ഓൾവേസ് ബി ഹാപ്പി. കുട്ടികൾ 2 പേരാണ്, വിഘ്നേഷ്, വൈഷ്ണവി. വിഘ്നേഷ് ഒരു ചെറിയൊരു സെലിബ്രിറ്റിയാണ്. 2 സിനിമയിലൊക്കെ അഭിനയിച്ചു. ഏത്? പിഷാരടിയുടെ പഞ്ചവർണ്ണ തത്ത, അതിൽ മണിയമ്പിള്ള രാജന്റെ മകനായിട്ടായിരുന്നു. പിന്നെ കോടതി സമക്ഷം ബാലം വക്കീലില് ആ കോളനിയിലെ ഒരു തലതെറിച്ച പയ്യനായിട്ടുള്ളൊരു ക്യാരക്ടർ, അജു വർഗീസിനെ അടിച്ച് പല്ലൊക്കെ തെറിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ. പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ആക്ടിങ്ങിലൊക്കെ. ഭയങ്കര നമ്മളിപ്പോൾ വീട്ടിൽ ചെറിയൊരു വെബ് സീരീസൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു. വീട്ടിൽ ഞങ്ങൾ 5 പേര്, എൻ്റെ അമ്മയും അത്യാവശ്യം പറഞ്ഞു. അപ്പോൾ അമ്മ, വൈഫ്, മക്കള്, ഞങ്ങൾ 5 പേരുടെ ഒരു സ്റ്റോറി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. വീട്ടിൽ തന്നെ തൊട്ടടുത്ത ഒരു ക്യാമറാമാൻ പയ്യനുണ്ടായിരുന്നു, അവനെ വിളിച്ചിട്ട് ചെയ്തു. അമ്മയ്ക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നു. അമ്മയുടെ ഒരു ചെറിയൊരു അംശം കഴിവാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നതെന്നാണ്. അല്ല, ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും അത് പരമ്പര അല്ലേ. സംഗീതത്തിനൊരു പരമ്പരയുണ്ട്, സാഹിത്യത്തിനുണ്ടാവില്ല, അഭിനയത്തിനും ഉണ്ട്. കണ്ടില്ലേ, എല്ലാവരുടെയും മക്കൾ അഭിനയിക്കല്ലേ സിനിമയില്. നന്നായി വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബി ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു സുധി പടം ഒരുപാട് പ്രാവശ്യം നിങ്ങൾ 2 പേരും കണ്ടതാണ്. കാരണം ഇവിടെ വരുന്നവരൊക്കെ ഒന്ന് പതറാറുണ്ട്. പക്ഷെ സുധിക്ക് ഒരു പ്രശ്നമില്ലാതെ എന്തിനും ഓപ്ഷൻ. ഞങ്ങൾ 2 പേരും കൂടി ഈ സിനിമയിലെ പല സീൻസും ഡബ് സ്മാഷ് വരെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും കൂടി. ഇദ്ദേഹം സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ, ഞാൻ ലാലേട്ടൻ്റെ. പിന്നെ ലാലേട്ടൻ്റെത് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഞാൻ സിദ്ദിഖിക്ക. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ മാറി തിരിഞ്ഞ് ഡബ് സ്മാഷൊക്കെ ചെയ്യും. തമാശ വീട്ടിൽ കൊറോണയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇത് കണക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണയേക്കാൾ കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടംപോലെ. അപ്പോൾ കാരണം ഒരു വീട്ടിൽ തന്നെ കാണും ഒരു 3 ചാനലൊക്കെ. സാറിൻ്റെ ഒരു ചാനൽ ഞാൻ കണ്ടായിരുന്നു, പാചകവും ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. ഞങ്ങളെല്ലാ എപ്പിസോഡ്സും കാണുന്നതായിരുന്നു. സാറ് ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ല, അത് ആ സമയത്ത്. സവാരി ഗിരിഗിരിയിൽ ഇതാ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ദേവാസുരത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചെയ്ത കഥാപാത്രത്തിന്റെ മകനായി ഈ സിനിമയിൽ ആരെങ്കിലും എത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്? എ അശോകൻ, ബി മധുപാൽ,
സി അങ്ങനെ ഒരു മകനെ കാണിക്കുന്നില്ല. ബി മധുബാൽ. എത്ര പെട്ടെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ബി മധുബാലിനെ ഞാൻ എടുത്തിട്ട് പൂട്ടി. പൂട്ടണം സാറേ, ശരിക്കും പൂട്ടണം. കാരണം എന്നറിയോ, ഈ സിനിമ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നുള്ള ന്യൂസ് വന്നപ്പോൾ സത്യത്തിൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ദൈവമേ വേറൊരു ഓപ്ഷനും ഇല്ല. കാരണം എന്നെ അറിയപ്പെടുന്ന ഒടുവിലേട്ടൻ്റെ പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. അപ്പോൾ ഒടുവിലേട്ടനില്ല, അപ്പോൾ വരും ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുമെന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കി ഇത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മധുബാലേട്ടൻ ഈ സീൻ ചെയ്യുന്നത് കണ്ടത്. കാരണം ഞാൻ ഒടുവിലേട്ടന് സിനിമയിലും ഡബ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കോൺഫിഡൻറ്റോട് കൂടി ഇപ്പോൾ ഏതെങ്കിലും ഒരു നടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ സാധാരണ ഞങ്ങൾ മിമിക്രിക്കാർ എന്നൊക്കെ ഒന്ന് പിടിച്ചിട്ടാണ് ഒന്നും പറയാണ്ട് ഒന്ന് പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് ഈ ഒടുവിലേട്ടൻ അല്ലേ. അപ്പോൾ ഒടുവിലേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത് മധുബാലാണ്. അപ്പോൾ ബി മധുബാൽ. മധുബാൽ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. ഇപ്പൊ പറഞ്ഞല്ലോ ഒടുവിലേട്ടൻ്റെ ശബ്ദം ഇങ്ങനെ നിഷ്പ്രയാസം കാണിക്കുന്നു. നമുക്കൊന്ന് കേട്ടാലോ സാറേ. ദേവാസുരത്തിലെ ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ആ ഉടുക്കൂട്ടി ആ സീനുണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതൊന്ന് അവതരിപ്പിക്കാം. ശരി, ആ പാട്ട് ഒന്ന് പാടാൻ ശ്രമിക്കാം. അപ്പം വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടുനടക്കേണ്ട ഒരു ചിത്രമുണ്ട്, അതങ്ങനെ തന്നെ നിന്നോട്ടെ. കിടന്നു പോയിന്ന് ഞാൻ വിശ്വസിക്കില്ലല്ലോ. തനിക്ക് തരാൻ, തന്നോട് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് നേതിച്ചതിൻ്റെ ബാക്കി ഇത്തിരി നിവേദിയുണ്ട്, അതെന്നാ സ്വീകരിക്കുക. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദബഹാരി മുരാരേ ദ്വാരക ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മ പ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യന്റെ കാൽക്കലിൽ കണ്ണീർ പ്രണാമം. ആഹാ, സൂപ്പർ. ഗംഭീരമായി കേട്ടോ, ഗംഭീരമായി. ഇതുവരെ എങ്ങും കേൾക്കാത്തൊരു ഐറ്റമാണ് ഇത്. ഞാൻ അവതരിപ്പിച്ചിട്ടില്ല, ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഓ ശരി.